ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെയും ഒരു നാളും കൂടെ തന്നിരിക്കുകയാണ്. ഇന്ന് ആണ്ടവരെ പറ്റി നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം ആണ്ടവർ നൽകിയിരിക്കുന്ന പെരിയ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഓർക്കാം. ആണ്ടവർ നമ്മളോട് ചെയ്ത കാര്യങ്ങളൊക്കെ എത്ര പെരിത്, അല്ലെങ്കിൽ അവൻ നമ്മളോട് നൽകിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ എത്ര പെരിതെന്ന് നമുക്ക് വിസാരിച്ചിടാം. നമുക്ക് ഇന്ന് പാർട്ട് 37 നമുക്ക് ചിന്തിച്ചിടാം. 37ാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ വിസാരിക്കുന്നത്. അത് എഫെസ്യ ലേഖനം 5 അധ്യായം 13 തൊട്ട് കീഴോട്ട് നമുക്ക് വാസിച്ചിടാം. എഫെസ്യ ലേഖനം 5 അധ്യായം 13 വാക്യം കീഴെ നമുക്ക് വാസിച്ചിടാം. അവരെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. ഇங்கே ஆண்டவர் என்ன சொல்லுதுன்னு சொல்லியால் அவரோடு பேசும்போல் அவருக்கு என்ன தெரியும்னு சொல்லிது. அவரோடு பேசும்போல் സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. അവരോട് പേശുമ്പോൾ എല്ലാമേ വെളിച്ചത്തിൽ വരുന്നത് പോലെ எல்லாமே தெரியும். அதாவது நம்ம എന്നൊക്കെ അവർ ഇരുട്ടിൽ പണിയാച്ചേ, ആ ഇരുട്ടിൽ പണിയ എല്ലാ കാര്യങ്ങളും ആണ്ടവർ അവരോട് പേശുമ്പോൾ എല്ലാമേ വെളിച്ചത്തിൽ വന്നിടും എന്തെങ്കിൽ சொல்லுது. നമ്മൾ ഇംഗ്ലീഷിൽ இப்படி വാക്കി, ബട്ട് ഓൾ തിങ്സ് ദാറ്റ് ആർ റിപ്രൂവ്ഡ് ആർ മെയ്ഡ് മാനിഫെസ്റ്റ് ബൈ ദ ലൈറ്റ്. For whatsoever doth make manifest his light. അത് തന്നെ സെയിം ഇങ്ങനെ തന്നെ சொல்லுது. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും നമ്മൾ ഇരുട്ടിൽ ചെയ്ത കാര്യങ്ങളൊന്നുമേ ആർക്കും പുടിയാതെ, അതുകൊണ്ട് നമുക്ക് എന്നെ വേണമെങ്കിലും പണിടാം. പക്ഷേ ആണ്ടവർ നമ്മളോട് പേശുമ്പോൾ ഇരുട്ടിൽ നമ്മൾ ചെയ്ത എല്ലാ കാര്യമേ വെളിയിൽ വന്നിടും. അതായത് ഇപ്പം നമ്മുടെ മനസ്സിലിരിക്കുന്ന ചിന്ത പോലും വെളിയിൽ വന്നിടും. നമുക്ക് ഒന്നും ആണ്ടവരുടെ മുമ്പിൽ ഒന്നുമേ പേശ മുടിയാതെ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചൊല്ലുന്ന എല്ലാം വെളിച്ചത്തിൽ വന്നിടും. വെളിച്ചത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പാക്കലാം. നമ്മളിപ്പോൾ ആരും പാക്കാതെ തന്നെ നമ്മളെല്ലാം പണിയിരിക്കുക. നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആരും പാക്കാതെ തന്നെ പണിയിരിക്കുക. അതായത് ഇരുട്ടിൽ നമ്മളെ കാര്യങ്ങൾ പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ആരുമേ പാക്കാതെ, ഇതെല്ലാം ഇരുട്ടിൽ താൻ ഇങ്ങനെ ആര് പാത്തിടും. പക്ഷെ ആണ്ടവർ നമ്മളോട് പേശുമ്പോൾ എന്നെ പറ്റും, ഇതെല്ലാമേ വെളിച്ചത്തിൽ വന്നിടും. അതായത് നീ വിചാരിച്ച എല്ലാ കാര്യങ്ങളും, നീ ചിന്തിച്ച എല്ലാ കാര്യങ്ങളും, നീ പേശിയ എല്ലാ കാര്യങ്ങളും, നീ ചെയ്ത എല്ലാ കാര്യങ്ങളും, നീ ചെയ്ത തപ്പുകളെല്ലാം, നീ ചെയ്ത എല്ലാ കുറ്റങ്ങളും, എല്ലാ പാപങ്ങളും എല്ലാമേ എന്ത് വന്നിടും? എല്ലാമേ വെളിച്ചത്ത് വന്നിടും. നീ ഇപ്പം വിചാരിക്കുക ആരും ഞാനിപ്പോൾ ചെയ്ത ആരും പാക്കാതെ, അത് പരവായില്ല, ആര് പാക്കുമ്പോൾ നമുക്ക് പാക്കില്ല. അതല്ല, ഇത് ആണ്ടവർ നമ്മളോട് പേശുമ്പോൾ ഇതെല്ലാമേ വെളിച്ചത്തിൽ വന്നിടും. അതിൻ്റെ 13ാമത്തെ 2ാം ദിവസം വെളിച്ചത്തിൽ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അത് മാത്രമല്ല, നിങ്ങൾക്കത് ബോധം വരുമെന്ന് മാത്രമല്ല, അത് നിങ്ങൾക്ക് അതെല്ലാമേ വെളിയിൽ വരുന്ന മാത്രമല്ല, എന്നാ ചൊല്ലുക, ഇത് ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അതായത് അതെല്ലാമേ വെളിച്ചം പോലെ തെളിവായിട്ട് വന്നിടും. വെളിച്ചം പോലെ, അതായത് ഇപ്പം ഇരുട്ടിൽ ചെയ്തിരിക്കുന്ന നമുക്ക് ഒന്നുമേ ആരുമേ தெரியாது. അതിൽ ലൈറ്റ് അടിച്ച, അല്ലെങ്കിൽ അത് പ്രകാശം അതിൽ വന്നിട്ട് അത് എല്ലാവരുമേ പാക്കും. നീ ഒന്ന് വിചാരിച്ച് നോക്ക്, എത്ര സീരിയസ് ആണെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മൾ ഇരുട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളുമേ ആരുമേ പാക്കാതെ. നമുക്ക് അതൊന്നും പ്രശ്നമേ അല്ല. അത് നമുക്ക് ആണ്ടവർ എங்கே ഇരിക്കുക, ആണ്ടവരെ ആര് പാത്തിരിക്കുക, ആണ്ടവർ ആരെങ്കിലും പാത്താച്ചാ ഈ ആണ്ടവർ എന്ന് சொல்லுது. ആണ്ടവരെ தெரியாതെ ഞാൻ ഒരു മൂർത്തി ഉണ്ടാക്കി, അല്ലെങ്കിൽ ഞാൻ ഒരു ബിംബം ഉണ്ടാക്കി, ബിംബത്തെ ഞാൻ നമിക്കുക. ആ ബിംബത്തിന് എന്നെ കാണാൻ പറ്റും. അതിന് കണ്ണുണ്ടെങ്കിലും കണ്ണ് കാണാതെ, അവന് മൂക്കുണ്ടെങ്കിലും അവൻ ശ്വാസം എടുക്കാതെ, വായുണ്ടെങ്കിലും അത് പേശാതെ, അവൻ്റെ ശരീരമുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും പ്രവർത്തിക്കാതെ, കൈ ഉണ്ടെങ്കിലും ഒന്നും പണ്ണാതെ, കാലുണ്ടെങ്കിലും അവനങ്ങും പോകാതെ, അവൻ എന്നാ പണ്ണും അത് കാണും. നമ്മൾ എന്നാ പണിയാച്ചാ, നമ്മൾ ആണ്ടവരുടെ രൂപം നമ്മൾ മണ്ണ് കൊണ്ടുണ്ടാക്കിയാച്ച, അല്ലെങ്കിൽ മരം കൊണ്ടുണ്ടാക്കിയാച്ച, അല്ലെങ്കിൽ നമ്മൾ സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയാലേ, വെള്ളി കൊണ്ടുണ്ടാക്കിയാതെ. പക്ഷേ ഇതിനെ ഒന്നുമേ കാണാൻ മുടിയാതെ. എന്നാൽ ആണ്ടവർ നിന്നോട് പേശുമ്പോൾ എന്നെ പറ്റും, എല്ലാമേ വെളിച്ചത്തിൽ വരും. അതായത് ലൈറ്റ് അടിച്ച് നിന്റെ മുഖത്തിൽ അടിക്കുന്നത് പ്രകാശിക്കുന്ന പോലെ എല്ലാമേ വെളിച്ചത്തിൽ വന്നു. 14ാം വാക്യത്തിൽ എന്നാ சொல்லுது,
അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കുക. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുക, ഞാൻ കണ്ണടച്ച് ഉറങ്ങിയിരിക്കുക, ആരുമേ ഒന്നും പാക്കാതെ. ഞാൻ കണ്ണടച്ച ഇരുട്ട്, ഞാൻ കണ്ണടച്ച് ഉറങ്ങുന്ന എന്നെ ആര് പാക്കാനാ? ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിക്കുന്ന ആർക്ക് പാക്കാൻ മുടിയും? ആർക്കും പാക്കാൻ മുടിയും. ഞാൻ കണ്ണടച്ച് കിടക്കുക. ഇங்கே അപ്പോസ്തലൻ சொல்லுது, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. അതുകൊണ്ട് നീ ഉറങ്ങുന്നവനെ, നീ ഉറങ്ങുന്ന രീതിയിൽ നീ പാക്കുന്നവനെ, നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. അതായത് നീ ഉറങ്ങുന്നെന്ന് ചൊല്ലിയാൽ മരിച്ച പോലെ, അതായത് നിനക്ക് ശ്വാസം മാത്രം ഇരിക്കുക, പക്ഷെ നിനക്ക് വേറെ ഒന്നും ചെയ്യാൻ മുടിയാതെ. അന്നേരം അതുകൊണ്ടാണ് മരിച്ചവരെ പോലെ. അതായത് നീ മരിച്ചവരെ പോലെ ഇരിക്കുന്ന നീ എഴുന്നേൽക്ക, കാരണം ആണ്ടവർ നിന്നെ പാർത്തിടും. ആണ്ടോർ നിന്നെ പാക്കുമ്പോൾ എല്ലാമേ വെളിച്ചത്തിൽ വന്നിടും. എല്ലാമേ വെളിച്ചത്തിൽ വരുമ്പോൾ എന്നാ പറ്റും? നിനക്ക് ഒന്നുമേ ഹൈഡ് പണ്ണാൻ മുടിയാതെ, നിനക്ക് ഒന്നുമേ ഒളിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ നിനക്കൊന്നുമേ അത് നിനക്ക് മറവ് ചെയ്യാൻ പറ്റാതെ. നമ്മൾ പലപ്പോഴും വിചാരിക്കും ആണ്ടവർ നമ്മളെ പാക്കുന്നേ ഇല്ല, ആണ്ടവർക്ക് എന്നാ തിരിയും, ആണ്ടവർ ആര് താൻ എന്നെല്ലാമേ നമ്മൾ ചിന്തിക്കും. അപ്പടിയല്ല, വെളിച്ചൽ പോലെ വെളിച്ചെല്ലോ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ നമ്മൾ ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും. ആണ്ടവരായ യേശു ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും. അവൻ നിൻ്റെ മുൻപിൽ വരുമ്പോൾ അവൻ പ്രകാശിക്കും. ചെറിയ ചിന്ന കാര്യമൊന്നും അല്ല. നീ വിചാരിക്കും ഇതൊക്കെ ചിന്ന കാര്യം താൻ ഏത് യേശു, ഏത് ആണ്ടവർ, ഏത് ആണ്ടവരെ ഞാൻ പാക്കാതെ അവനെ ഒന്നുമേ ചെയ്യാൻ മുടിയാത്ത അവന് എന്നാ ചെയ്യാൻ പറ്റും? ഞാൻ എന്നെ തപ്പ് ചെയ്താലും അവർക്ക് അവൻ തിരിക്കാൻ ഞാൻ ഇരുട്ടിൽ താൻ ചെയ്ത് ആരുമേ പാക്കാതെ എന്നെ ചെയ്യുന്ന ആർക്കുമേ தெரியாது. എന്നാൽ ആണ്ടവരായ യേശു ക്രിസ്തു നിൻ്റെ മുമ്പിൽ വരുമ്പോൾ എന്നാ പറ്റുമെന്നാ ഇങ്ങനെ നമ്മൾ പാക്കണം. എന്നാ പറ്റുക? ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും. അവൻ്റെ പ്രകാശം നിൻ്റെ മേൽ വന്നിടും. നിൻ്റെ മേൽ വരും എന്ന് ചൊല്ലിയാൽ എക്സ്റേ മാതിരി എല്ലാമേ വന്നിടും. എക്സ്റേ മാതിരി വന്നെന്ന് ചൊല്ലിയാൽ നിൻ്റെ ഉള്ളിലിരിക്കുന്ന നിനക്ക് കാണാൻ മുടിയാതെ. അന്നേരം നമ്മൾ എക്സ്റേ മെഷീനിൽ മുന്നിൽ പോയിടുമ്പോൾ ഉള്ളിലിരിക്കുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് അപ്പടിയെ തിരിയാൻ പറ്റും. ഉള്ളിൽ നീ എണ്ണ പാത്ത് വെച്ചേ, അല്ലെങ്കിൽ നീ എണ്ണ ഷാപ്പിട്ടേ, അല്ലെങ്കിൽ നിൻ്റെ വയറ്റിൽ എന്നൊക്കെ ഇരിക്കുക, അതെല്ലാമേ പൊടിയും. അതേപോലെ ആണ്ടവരായ യേശു ക്രിസ്തു നിൻ്റെ മേൽ വരുമ്പോൾ ഈ എക്സ്റേ മെഷീൻ മാതിരി നീ എല്ലാം പ്രകാശത്തിൽ വന്നിടും. അന്നേരം നിൻ്റെ ഉള്ളിലിരിക്കുന്ന, അതായത് നിൻ്റെ മനസ്സിലെ ചിന്തകളും കൂടെ വെളി വന്നിടും. എത്ര സീരിയസ് ആയ മാറ്റർ. അതായത് നീ വിചാരിക്കുക എൻ്റെ മനസ്സിലെ കാര്യങ്ങൾ ആർക്കും தெரியாது, അത് എൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കുക, ആർക്കുമേ പിടിയാതെ എന്നെ പണം. എന്നാൽ ക്രിസ്തു നിൻ്റെ മുന്നിൽ വരുമ്പോൾ അവൻ നിൻ്റെ മേൽ പ്രകാശിക്കുമ്പോൾ എന്നെ എഴുതിയിരിക്കുന്നത്, പ്രകാശിക്കുമ്പോൾ അവൻ നിൻ്റെ മുകൾ പ്രകാശിക്കും. അന്നേരം എന്നായിരിക്കും? എല്ലാം തെളിവായി വന്നിടും. എത്ര വലിയ കാര്യമാണ്. 15-ാം വാക്യത്തിൽ, ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടക്കാൻ നോക്കുവീൻ. അതുകൊണ്ട് നിങ്ങളോട് ആണ്ടവർ നിന്നോട് ചൊല്ലുന്ന പേശുന്ന എന്ന കാര്യം തിരിയാം. അതുകൊണ്ട് നീ കാര്യങ്ങളല്ലേ പിന്നാടി നമ്മൾ ചിന്തിച്ച എല്ലാ കാര്യങ്ങളുമേ നീ ഒന്ന് വിചാരിച്ചിട്ട് നീ തീരുമാനിക്കുക. അതായത് അതുകൊണ്ടെന്ന് ചൊല്ലിയ ഇപ്പം നമ്മൾ ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം എന്നെ പറ്റും ആണ്ടവരുടെ മുമ്പിൽ വന്നിടുമെന്നാണ് 15-ാം വാക്യം. അതിനോട് സൂക്ഷ്മതയോടെ നിങ്ങൾ എല്ലാമേ സൂക്ഷ്മമായിട്ട് നിങ്ങൾ വിചാരിച്ചിട്ട്, സൂക്ഷ്മമായിട്ട് എന്ന് പറഞ്ഞാൽ അത് മൈന്യൂട്ടായി മൈക്രോസ്കോപ്പിൽ പാക്കുന്ന മാതിരി അത് സൂക്ഷ്മതയോടെ പാക്കണം. മൈക്രോസ്കോപ്പിൽ എന്നാണ് പാക്കുന്നത്? ഒരു മൈക്രോസ്കോപ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ എണ്ണ ഇരിക്കും. നമ്മൾ ബ്ലഡ് എണ്ണ ഒരു തുള്ളി ഒരു തണ്ണി വെച്ചാൽ തണ്ണിക്കകത്ത് എണ്ണയൊക്കെ ഇരിക്കുന്നത് നമുക്ക് തിരിയുമാ ഇല്ല? അതാണ് സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ നമുക്ക് അതെല്ലാമേ വലുതായിട്ട് നമുക്ക് പാക്കലാം. അതുകൊണ്ട് നമ്മൾ സൂക്ഷ്മതയോടെ അതുകൊണ്ട് നിങ്ങൾ എന്നോട് സൂക്ഷ്മതയോടെ
അജ്ഞാനികളായിട്ടല്ല നിങ്ങൾ. ഞാൻ എനിക്കൊന്നുമേ തിരിയാതെ, എനിക്ക് ജ്ഞാനമേ ഇല്ല, അത് ഞാൻ അജ്ഞാനിയാണ്, എനിക്ക് അതുകൊണ്ട് എനിക്കൊന്നും തിരിയല്ല. അപ്പടിയൊന്നും നിനക്ക് പേശ മുടിയാതെ. കാരണം ഇത് എന്നാ പറ്റുക, ആണ്ടവരുടെ പ്രകാശം വരുമ്പോൾ എന്നാ പറ്റും, എല്ലാമേ സൂക്ഷ്മമായി പാത്തിടും. എല്ലാം സൂക്ഷ്മമായി പാത്തിടുമ്പോൾ നീ അജ്ഞാനിയാണെന്ന് നീ ചൊല്ലിയാൽ പറ്റുമോ? പറ്റാതെ. കാരണം നീ അജ്ഞാനിയാണെങ്കിൽ എന്നെ പറ്റും, എനിക്കൊന്നും തിരിയാതെ ആണ്ടവരെ ഇതൊന്നും അതല്ല. നീ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നീ വിസാരിക്കുന്ന കാര്യങ്ങൾ, നീ പേശുന്ന കാര്യങ്ങൾ, നീ ചെയ്യുന്ന കാര്യങ്ങൾ, നീ ഇരുട്ടിൽ ചെയ്യുന്ന എല്ലാ തപ്പും, നീ പാവം ചെയ്യുന്ന എല്ലാ തപ്പും, നിന്റെ മനസ്സിൽ വിചാരിക്കുന്ന എല്ലാ തപ്പും എല്ലാമേ എന്നാ പറ്റിയിടും, വെളിച്ചത്തിൽ വന്നിടും. അതുകൊണ്ട് നീ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളത്തെ നടക്കാൻ നോക്കുവാൻ. അതുകൊണ്ട് നിനക്ക് എന്നാ വേണം, നീ ജ്ഞാനിയായിട്ട് നടക്കാൻ പാക്കണം. അതായത് ജ്ഞാനിയായിട്ട് നിനക്ക് ഇതെല്ലാം ആണ്ടവർ പാത്തിട്ടാണ്, ഇതെല്ലാം വെളിച്ചത്തിൽ വന്നിടുക. അതുകൊണ്ട് നമ്മൾ അജ്ഞാനിയായിട്ട് നമുക്ക് അപ്പടി നടക്കാൻ മുടിയാതെ. അപ്പടി നമ്മൾ നടക്കുവാന്നുണ്ടെങ്കിൽ എന്നാ പറ്റും, ആണ്ടവർ നിന്നെ വിടാതെ. നീ വിചാരിക്കും ഞാൻ ഇതെല്ലാം പോയിടും, ആണ്ടവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ പ്രിയമാനവരെ, ഞാൻ നിങ്ങളോട് ചൊല്ലുന്നത്, നിങ്ങൾ വിസാരിച്ച് പാക്കും. ഞാൻ ചൊല്ലിയ കാര്യങ്ങൾ എല്ലാ ദിവസവുമേ ഞാൻ നിങ്ങളുടെ 1, 2, 3 വാക്യം വീതം ഞാൻ നിങ്ങൾ ചൊല്ലി നിങ്ങളത് വിസാരിച്ച് പാക്കും. നിങ്ങൾ ഇരുട്ടത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യമേ ആണ്ടവരുടെ മുമ്പിൽ വന്നിടും. ഒന്നുമേ ഒളിച്ച് ഞാൻ ഇങ്ങനെ നിർത്തിടുക. എൻ്റെ നമ്പർ 9791843308. അതാണ് എൻ്റെ നമ്പർ. 9793308. ഇതാണ് എൻ്റെ നമ്പർ. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പേശിയിടാം, നിങ്ങൾ ചൊല്ലിടാം. ഞാൻ വചനത്തിൽ നിന്ന് നിങ്ങൾ ചൊല്ലിടാം. എന്തെങ്കിലും ഞാൻ ചൊല്ലിയത് നിങ്ങൾ പിന്നെയും വിസാരിച്ച് പഠിക്കണം. ഇത് ഞാൻ ചൊല്ലിയത് ശരിയോ തപ്പോ, വചനം എടുത്ത് വെച്ച് വചനം നിങ്ങൾ വിസാരിക്കണം. നിങ്ങൾക്ക് തിരിയേണ്ട കാര്യം, നിങ്ങൾ ഇപ്പോൾ പാപികളല്ല. പാപികൾ നിങ്ങളുടെ ആ കാര്യം കഴിഞ്ഞു. നിങ്ങൾ ദൈവമക്കളാകുമ്പോൾ ആണ്ടവരുടെ മുമ്പിൽ നിങ്ങൾക്ക് നിൽക്കേണ്ട കാര്യം വരും. അപ്പോൾ നിൽക്കുമ്പോൾ നീ തപ്പോ വിസാരിച്ച് അതൊന്നുമേ ഇല്ല എന്ന് തപ്പോ നീ വിസാരിക്കാതെ ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നൽകിയ ദോഷത്തിന് വേണ്ടി നമുക്ക് ആണ്ടവരെ സ്തുതിക്കാം. ആണ്ടവരുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.